കർത്താവ് ഇന്ന് പകൽ പറയുവാൻ തന്ന ദൂതിൽ ഞാൻ വേഗത്തിൽ പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. Genesis chapter 8 verse 1. God remembered Noah as well as all the wildlife and all the livestock that were with him in the ark. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഇന്ന് രാവിലെ ഈ ചർച്ചിൽ വരുവാൻ വേണ്ട അവസ്ഥ ഞങ്ങൾ ക്രമീകരിച്ചു തന്നു. അങ്ങനെ അവസരം കിട്ടിയപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച അവസരത്തിൽ എനിക്ക് ലഭിച്ച ദൂതാണ്. ആ വചനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. പലരും നമ്മെ ഓർക്കാതിരിക്കുമ്പോൾ, many may forget us, പലരും നമ്മെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, many will act like they didn't see us, പലരും നമ്മെ ഒഴിവാക്കുമ്പോൾ, many will ignore us. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, Let me tell you today morning, എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. there is a Lord who remembers you and me. എത്ര പേർക്ക് ഇതുപോലെ കർത്താവിനോട് പറയാം, അവിടുന്ന് എന്നെ ഓർക്കുന്ന ദൈവമാണ്. How many of us can tell the Lord, you are a Lord who remembers me? Praise the Lord. Remember, the Lord is remembering those who are in the ark. പെട്ടകത്തിന്റെ വെളിയിലുള്ളവരെ അല്ല ദൈവം ഓർക്കുന്നത്, പെട്ടകത്തിലുള്ളവരെയാ ദൈവം ഓർക്കുന്നത്. The Lord is not remembering anybody outside the ark, but those who are inside the ark. യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. The Lord who remembers us who are in the ark of the Lord. ഒരു പാവപ്പെട്ട സഹോദരനും സഹോദരിയും അവരുടെ 7 വയസ്സുള്ള ഒരു കുഞ്ഞു, brother and sister and their 7-year-old child. അവരെ വെറും പാവപ്പെട്ടവരാണ്. They are very poor. അവർക്ക് വീടില്ലാതെ വന്നപ്പോൾ, when they didn't have a house, അവരെ ലോൺ എടുത്ത് ഒരു വീട് പണിതു. they built their home using some loan. കുറച്ച് നാള് ലോൺ അടച്ചു. അങ്ങനെ അവരടുത്ത് താമസിച്ചുകൊണ്ടിരുന്നു. After a few they paid mortgage for a few months. ശേഷമായി ആ സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. However, unfortunately, he was removed from this ആ world. സഹോദരിയും കുഞ്ഞു ഒറ്റയ്ക്കായി. The wife and the baby were alone. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് At that time, ബാങ്കിൽ നിന്ന് പേപ്പേഴ്സ് വന്നു, എത്രയും വേഗം ലോൺ അടച്ചു തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുമെന്ന്. immediately a notice comes from the bank that you have to pay the mortgage or it will be loaned off. വളരെ ശ്രദ്ധിക്കണേ. Please ഈ listen. പേപ്പറുമായി ഈ സഹോദരി മുറിയിൽ കയറി എന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. This lady went into her prayer room with this paper. തന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ കൊണ്ട് ഈ പേപ്പർ നനഞ്ഞു. This paper, this letter started soaking with her ഇന്നും tears. പകരം ദൈവമക്കളോട് പറയാം, ദൈവസന്നിധിയിൽ കരയുന്നവന്റെ കണ്ണുനീരിന് മറികടക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയത്തില്ല. The Lord cannot walk over your tears. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ദൈവസന്നിധിയിൽ കരയുന്നവന്റെ കണ്ണുനീരിന് സ്വർഗം മറികടക്കത്തില്ല. Let me repeat, the Lord will not walk over your tears. കരഞ്ഞു കരവടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, When she was crying and praying, 7 വയസ്സുള്ള മകൻ വെളിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. the 7-year-old son was playing ആ outside. അവസരത്തിൽ ഒരു ചിത്രശലഭത്തിന്റെ കണ്ണിൽ പെട്ടു. He suddenly noticed a butterfly. ആ ചിത്രശലഭയുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. The butterfly came inside his ആ house. ചിത്രശലഭത്തിന്റെ പുറകെ ഈ കുഞ്ഞും വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. Behind this, he followed this butterfly into the house. ഈ ചിത്രശലഭം അവന്റെ കബോർഡിന് ഉള്ളിൽ ഒളിച്ചു. And this butterfly went and hid inside his cupboard. അകത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മമ്മി, ഒരു ചിത്രശലഭം കബോർഡിൽ കയറിയിട്ടുണ്ട്, എനിക്കതിനെ പിടിച്ചു തരണം. So this boy goes to his mother and tells him, Mom, there's a butterfly inside our cabinet, I want it. ആ അമ്മ ആ പ്രാർത്ഥന നിർത്തി അവിടെ നിന്ന് എഴുന്നേറ്റു.
The mother stopped her prayer and she stood up from there. ഒരിടയ്ക്ക് എവിടെയാ ചിത്രശലഭം വന്നു കയറിയത്? And she inquired, where is the butterfly? അവൻ ആ ഭാഗം ചൂണ്ടിക്കാണിച്ചു. He pointed out the place. ആ സഹോദരി ആ ചിത്രശലഭത്തെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ചില പേപ്പറുകൾ ആ കബോർഡിൽ നിന്ന് നിലത്തു വീണു. While she was looking for that butterfly, a few papers fell off from the cabinet. ചിത്രശലഭത്തെ കണ്ടില്ല. She did not see the butterfly. നിലത്തു വീണ പേപ്പർ എടുത്തു നോക്കിയപ്പോൾ അവളുടെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ലോൺ അടച്ച് ക്ലോസ് ചെയ്തതിന്റെ പേപ്പർ ആയിരുന്നു അത്. When she looked, she saw these papers. That paper said that the loan had been closed by her husband. ഇന്നു പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, Today morning, let me tell you, ദൈവത്തിന് ഒരു ചിത്രശലഭത്തെ കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. God can use even a butterfly to answer your prayer. വീണ്ടും ഞാൻ പറയുന്നു, ദൈവത്തിന് ഒരു ചിത്രശലഭത്തെ കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. Let me repeat again, that Lord can work even with a butterfly. പെട്ടകത്തിലായിരിക്കുന്ന നോഹയെയും കുടുംബത്തെയുമാണ് ദൈവം ഓർത്തത്. The Lord remembered Noah and his family who were inside the ark. യേശു ക്രിസ്തു എന്ന പെട്ടകത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. If you are inside the ark of Jesus Christ, there is a Lord who remembers us. എത്ര പേർക്ക് പറയാൻ സാധിക്കും എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്? How many of us can say that the Lord remembers me? ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? Will a lady forget her child? പ്രസവിച്ച മകനോട് കണ്ണ് തോന്നാതിരിക്കുമോ? Will she have mercy to the boy he അവൾ മറന്നു gave birth? കളഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല. Even though the mother forgets her baby, I will not forget you. ഇന്നും പകൽ അടിവരയിട്ട് തൂന്നു പറയാ, ദൈവത്തെ സേവിക്കും ദൈവമൈതലേ, അവൻ നിങ്ങളെ മറക്കുന്നവനല്ല, മറിച്ച് അവൻ നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. He is not a Lord who will forget you, but he is a Lord who will remember you. Praise the Lord. Hallelujah. പുറത്തായിരിക്കുന്ന ചന്ദ്രനെയോ ഭാനുമതിയോ ഒന്നുമല്ല ദൈവം ഓർക്കുന്നത്. The Lord is not going to remember anybody who is outside the ark. പെട്ടകത്തിന്റെ പുറത്തായിരിക്കുന്ന സാറാമിയെയും സ്കറിയാച്ചനെയും അല്ല ദൈവം ഓർക്കുന്നത്. Even if they have Christian names, the Lord is not going to remember anybody who is outside the ark. ഇരിക്കുന്ന ഒരുവനെ ദൈവം ഓർക്കുന്നു. The Lord will remember anybody who is inside the ark. നോഹയെ ദൈവം ഓർത്തു. The Lord remembered Noah. 40 രാവും 40 പകലും മഴ പെയ്ത് ഭൂമിയിൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ പെട്ടകത്തിലായിരിക്കുന്നവരെ ഓർത്ത സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നിങ്ങളുടെ പ്രതിസന്ധിയിൽ അവൻ ഓർക്കുന്ന ദൈവമാണ്. The Lord who remembered Noah, ആമേൻ പറയാൻ കഴിയും. he will remember you and I in our trouble. How many of us can say amen? Praise the Lord. 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 150 ദിവസം പെട്ടകം വെള്ളത്തിലാണ്. 150 days the ark was. എന്ത് ചെയ്യുമെന്നറിയത്തില്ല. Nobody knows what to do. ഇതെവിടെ ഉറയ്ക്കുമെന്നറിയത്തില്ല. Nobody knows where this is ഇതിന്റെ going to. അവസാനം എവിടാന്നറിയത്തില്ല. They do not know the end. ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാ, Let me tell you, my dear ones, ചിലതിന്റെ അവസാനം എവിടെയെന്നറിയാതെ ഭാരപ്പെടുന്നവരോട് ആത്മാവിൽ ദൂത് പറയാ, ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. there is a Lord who will establish you. Let me tell this to you, those who are concerned where this is going to. ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. The Lord will establish you. അവൻ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല. He is not a Lord who will forsake you. ശേഷമായിട്ട് ദൈവം ഒരു വലിയ കാറ്റടിപ്പിച്ചു. Then God sends a wind to pass over the ചില earth. കാറ്റുകൾ ജീവിതത്തിൽ അടിക്കുന്നത് തിന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നന്മയ്ക്ക് വേണ്ടിയാണ്. Some wind in life is not for our destruction but for the blessing. എത്ര പേർക്ക് വിശ്വസിച്ചോണ്ട് പറയാ, ചില കാറ്റുകൾ എന്റെ ജീവിതത്തില് എന്നെ നന്നാക്കാനാണ്, എന്നെ നശിപ്പിക്കാനല്ല. How many of us can say that some of the wind that comes by is to bless me and not to destroy me? അപ്പോൾ ചില കാറ്റുകൾ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. Some wind is for our blessing. വാക്യം വായിപ്പിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല, പറഞ്ഞു ഞാൻ വിടാം. അതായത് ഇസ്രായേൽ ജനത്തിന് ചെങ്കടലിൽ കടക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ദൈവം തമ്പുരാൻ അവിടെ വലിയൊരു കാറ്റടിപ്പിച്ചു. When the Israelites had to cross the Red Sea, the Lord sends a powerful wind. പുറപ്പാട് 14:21 ഞാൻ ഈ പറഞ്ഞ വാക്യം.
Exodus 14 is where we read that. ദൈവം അവിടെ വലിയൊരു കാറ്റടിപ്പിച്ചു. The Lord sent a powerful wind. കാറ്റിനോടൊപ്പം മോശ കൈ നീട്ടി കടലിന്റെ മീതെ. And when the wind blows, the Moses stretches out his ആ staff. ചെങ്കടലിനെ തമ്പുരാൻ രണ്ടായിട്ട് മാറ്റി. The Lord has split open the Red Sea. ഇന്ന് പകൽ അടിവരയിട്ട് പറയാ, ചില കാറ്റുകൾ തകർക്കാനല്ലെന്ന് ആഴിയിൽ പാത ഒരുക്കാനാ. Let me underline this again. Some of the wind is for our ചില blessing. കാറ്റുകൾ തകർക്കാനല്ല, ആഴിയിൽ വഴി ഒരുക്കാൻ വേണ്ടിയാ. Some wind is for the path in the sea. ആ കാറ്റടിച്ചതുകൊണ്ട് ആഴിയിൽ പാത ഒരുങ്ങി. Because of that wind, there was a path in the sea. ഇസ്രായേൽ ജനം അക്കരെ കടന്നു. Israelites crossed over the Red Sea. ഓർക്കുക, എല്ലാ കാറ്റും നശിപ്പിക്കാനല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി. Remember, some wind is not for distraction, but it is for our blessing. സംഖ്യാപുസ്തകം 11:30 വായിക്കുമ്പോൾ Numbers 30. അവിടെ ദൈവം തമ്പുരാൻ ഒരു കാറ്റടിപ്പിച്ചു. Yes, Numbers 11:30. There is another wind. കടലിൽ കിടന്ന കാടയെ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന കൂടാരത്തിന്റെ അടുത്ത് അവർക്കെല്ലാം പിടിക്കത്തക്ക നിലയിൽ പറന്നു നിൽക്കുമാറാക്കി ദൈവം തമ്പുരാൻ. Because of that wind, in flows a big flock of quail, so that all Israelites can catch them. ആ ഫലം അവിടെ വിടുകയാണ്. Leaving it. അവ ചില കാറ്റടിപ്പിക്കുന്നത് നന്നാക്കാനാണെങ്കിൽ, ചില കാറ്റടിപ്പിക്കുന്നത് മടങ്ങി വരാൻ വേണ്ടിയാ. So some wind is for a blessing, but then there are other winds for our return. ദൈവത്തിന്റെ ആലോചന പറയുവാൻ, അതെ, ദൈവം തമ്പുരാൻ യോനായെ ഏൽപ്പിക്കുമ്പോൾ, When God sends Jonah to Nineveh, നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോകുന്ന കപ്പൽ കണ്ട് അതിനകത്ത് കയറി. he enters a ship that is going to Tarshish instead of Nineveh. അടിത്തട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങുകയാ. He goes to the deep level and then he starts sleeping. ആലോചന അനുസരിക്കാതെ പോകുന്നവൻ കപ്പലിന്റെ അടിത്തട്ടിലായിരിക്കും. When somebody is disobeying the Lord, he will be at the lower deck of the ആ ship. സമുദ്രത്തിൽ ദൈവം വലിയൊരു കാറ്റടിപ്പിച്ചു. And Lord sends a wind into that sea. അത് മടങ്ങി വരവിന്റെ കാറ്റ്. And that wind is for his അത് repentance, യഥാസ്ഥാനപ്പെടുത്തുന്ന കാറ്റ്. to bring him back. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന കാറ്റ്. And that wind will bring him back to the Lord. കപ്പൽക്കാരെ പേടിച്ചു. Oh, the sailors were scared. ചരക്കുകളെല്ലാം വെളിയിൽ കളഞ്ഞു. They threw out all their ഇത് stuff. ഒന്നും അറിയാതെ ഈ മനുഷ്യൻ അടുത്തട്ടിൽ കിടന്നുറങ്ങുന്നത്. Without knowing any of this, Noah is sleeping at the അവർ lower deck. അവനെ ചെന്നുണർത്തി. And so they waked him up. അവരോട് ചോദിച്ചു, എവിടുന്ന് വരുന്നു, Where are you from, brother? എവിടേക്ക് പോകുന്നു, Where are you going നിന്റെ to? പേരെന്താണ്? What is your name? ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അടുത്തട്ടിൽ കിടന്ന് വചനം അനുസരിക്കാത്ത വ്യക്തിയാണെങ്കിലും പറയുക, ഞാൻ ഒരു എബ്രായനാണ്, കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഞാൻ ആരാധിച്ചു വരുന്നു. Even though he is disobeying the Lord, he confesses that he is a Hebrew and he worships the Lord who made the land and the sea. പിന്മാറ്റക്കാരനാ, He is a backslider, പക്ഷെ സാക്ഷ്യം ഭയങ്കര ഗമയുള്ള സാക്ഷ്യമാണ്. but his testimony is so great. ദൈവത്തിന്റെ അരുളപ്പാട് അത് കേൾക്കാൻ ബുദ്ധിമുട്ടാ. It's very hard for him to obey the സാക്ഷ്യം Lord, ഭയങ്കര സാക്ഷ്യമാ. but his testimony is so big. യാത്രക്കാരുടെ സാധനങ്ങൾ മുഴുവൻ കടലിൽ കടൽ ശാന്തമാകുന്നില്ല. Even though they took away everything they owned into the sea is not calm. ഒടുവിൽ ചോദിച്ചു, ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? Finally they are asking him, what should we do? ഇവൻ തന്നെ പറഞ്ഞ എന്നെ എടുത്ത് കടലിൽ വിട്ടേ. So he says, he tells them to throw him, എന്നെ കടലിൽ തട്ടിയേക്ക്. throw me back to the sea. യോന കടലിൽ വീണ ഉടനെ അവിടെ കാറ്റടങ്ങാൻ ഇടയായി തീർന്നു. As soon as Jonah fell into the waters, the sea is calm. അത് മടങ്ങി വരവിന്റെ കാറ്റാ. That is the wind to bring him back. ഞാൻ ആ ഭാഗം പുഷ്പപ്പെടുകയാണ്. I am leaving that part. പെട്ടകം വെള്ളത്തിന്റെ മുകളിലായിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഒരു കാറ്റ് അവിടെ അടുപ്പിച്ചു. When the ark is on the waters, the Lord sends a wind. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നേ, കാറ്റടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇടവിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു. Now the next verse we read that as the wind was blowing, the water began to subside gradually. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ മറുപടി കിട്ടണമെന്നാണ്.
prayer. ആമേൻ പറയുന്നതിന് മുമ്പ് നമ്മൾ മറുപടി ആഗ്രഹിക്കുന്നുണ്ട്. Before we say amen, we expect a reply. പക്ഷേ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. There is an answer to our prayers. എന്റെ മോൾ 2 വർഷമായി ഹോസ്റ്റലിൽ വന്നിട്ട് It's been 2 years since my daughter has been in Houston. ഇവിടെ വന്നാണ് ആറിന് എഴുതുന്നത്. She came here and wrote the RN. ഞങ്ങളൊക്കെ പാവപ്പെട്ട ദൈവദാസന്മാർ. We are poor servants of God. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വിടാനായിട്ടുള്ള സാമ്പത്തികമോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ലായിരുന്നു. We didn't have the monetary things to send our children. മലയാള മീഡിയത്തിലാണ് സ്വതന്ത്രം. താങ്ക് യു. മലയാള മീഡിയത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചത്. Our children all learned in Malayalam medium. ഞാൻ MSc നേഴ്സ് വരെ പഠിപ്പിച്ചു. So I trained her in പഠിപ്പിച്ചു. all my children I educated. ഞങ്ങള് പട്ടിണികളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. We were poor, but we gave them education. ആറിന് എഴുതേണ്ട ആ ദിവസം വന്നു. So she was going to write her RN. ഹോസ്റ്റലിലാണ്. We were in Houston at the time. She's going to. അന്നത്തെ ദിവസം രാവിലെ 7 മണിക്ക് ഞങ്ങൾ വെള്ളം കുടിച്ചു. That day 7 o'clock we drank water. അതിനുശേഷം റിസൾട്ട് അറിയുമ്പോഴാണ് അടുത്ത വെള്ളം ഞങ്ങൾ കുടിക്കുന്നത്. Only after results came out we drank another drop. ഉമിനീര് മാത്രം ഇറക്കിക്കൊണ്ട് നിലത്ത് കവിണ് വീണ് കിടന്ന് ഞങ്ങളുടെ കുഞ്ഞിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. We prayed. We were all prostrated on the ground, on the floor. We were praying. മൊബൈൽ ഞങ്ങൾ ഒഴിവാക്കി. We switched off our mobile. അന്തരീക്ഷത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ വിശുദ്ധീകരിച്ചു. We started praying. പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. We disconnected everything from the outside world. എന്റെ കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി. We were on the floor praying for our children's child's ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. She said I answered 85 questions, but I do not know what is it. ഞാൻ പറഞ്ഞു ഞങ്ങൾ രാവിലെ 7 മണിക്ക് വെള്ളം കുടിച്ചാൽ ഇതുവരെ വെള്ളം കുടിച്ചാൽ ഇവിടെ കവണ് വീട് കിടന്ന് പോസ്റ്റ് പ്രാർത്ഥിക്കുന്നത് അന്ന് അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നീ ജയിച്ചിരിക്കും. I told her we were praying for you, so if there is the Lord will work for you. അന്ന് അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നീ പാസ്സായിരിക്കും. You will get through this if there is a day like this. അത് കഴിഞ്ഞ് അടുത്ത കോൾ വന്നു. Then next call comes. ഭയങ്കര കരച്ചിൽ. She is crying. വർത്തമാനം പറയുന്നില്ല, ഭയങ്കര കരച്ചിൽ. She is weeping. She is not speaking. എന്തു പറ്റി? I asked her what happened. എന്തു പറ്റിയെന്ന് പറ. Tell me what happened. പപ്പാ ഞാൻ പാസ്സായി. I got through. I passed. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറഞ്ഞത്, I'm telling this. വിഷയങ്ങൾക്ക് വേണ്ടി കവിണ് വീട് കിടന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ വിഷയത്തിന് സ്വർഗ്ഗം മറുപടി അയക്കുന്ന ദൈവമാ. If you pray prostrated on the floor, the Lord will answer your എത്ര prayer. പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കുക? How many of us can believe this? പ്രാർത്ഥിക്കുന്നവൻ വീഴത്തില്ല. Those who pray will not fall. മുട്ടുംകാലിൽ ഇരിക്കുന്നവൻ വീഴത്തില്ല. If you are on your knees, you will not fall. പ്രാർത്ഥിക്കുന്നവൻ വീഴത്തില്ല. If you are on the floor praying, you will not fall. കാലിൽ നിൽക്കുന്നവൻ വീഴും. But who is standing will fall. കാലിൽ നിൽക്കുന്നവൻ വീഴും. Who is standing on his own feet will fall. അങ്ങനെയാണ് എൻ്റെ മോളാണെന്റെ പാസ്റ്റർ. That is how she passed the hour. I am telling you this. നമ്മളെ ഓർക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം. There is a Lord who remembers us. ഞങ്ങൾ 42 വർഷമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ തലമുറയെ തമ്പുരാൻ ഓർത്തില്ലെങ്കിൽ വേറെ ആരെയും ദൈവം ഓർക്കുന്നേ? If we have been faithfully working for him for the last 42 years, whom is going to remember? വെള്ളം ഇടവിട്ട് എന്ത് ചെയ്തു? The water started to recede gradually. Not at once, but it stays. In between great things. In verse 4 we read like this. Let us read the verse 4. The ark came to rest in the 7th month, on the 17th day of the month, on the mountains of Ararat. അരരാത്ത് പർവ്വതത്തില് പെട്ടകം ഉറയ്ക്കാനിടയായിട്ട് തീർന്നു. The ark came to rest in the mountains of Ararat. അരരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറയ്ക്കാനിടയായിട്ട്
വിശ്രമശാലയായി തീർന്നു. In the mountains of Ararat, the ark came to rest. നീ ഉറയ്ക്കത്തില്ലെന്ന് They will say you will not going നീ to be rest. ഉറയ്ക്കത്തില്ലെന്ന് ലോകം പറയുമ്പോൾ, When the verse says that you will never come to നീ rest, ഉറയ്ക്കത്തിൽ നിന്റെ കുടുംബക്കാര് പറയുമ്പോൾ, when your family will say you are not come to നീ rest, ഉറയ്ക്കത്തിൽ നിന്റെ ചാർച്ചക്കാര് പറയുമ്പോൾ, your relatives may say you will not come to ഇന്ന് rest. പകൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, അവൻ നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. In the Holy Spirit, let me assure you, there is a Lord who will bring us to എത്ര rest. പേർക്ക് വിശ്വസിക്കാം? How many of us can believe അവൻ this? എന്നെയും നിന്നെയും ഉറപ്പിക്കുന്ന ദൈവമാണ്. There is a Lord who establishes അവൻ us. ഇളക്കി വിടുന്ന ദൈവമല്ല, അവൻ ഉറപ്പിക്കുന്ന ദൈവമാണ്. He is not a Lord who will lead us to unrest, but to rest. പെട്ടകം ഉറച്ചു. Hallelujah. പെട്ടകം ഉറച്ചു. It comes to rest. മനുഷ്യന്റെ വാക്കിന് വില കൊടുക്കാതെ ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്താൽ തമ്പുരാൻ അവൻ നമ്മെ ഉറപ്പിക്കുന്ന If ദൈവമാണ്. we give importance to the word of the Lord instead of the words of men, the Lord will bring us to rest. നോഹയും കുടുംബവും അതിൽ പ്രവേശപ്രിയപ്പെട്ടവര് എന്ന് പറഞ്ഞാൽ മൃഗങ്ങള്, കന്നുകാലികള്, ഇഴയന്തുക്കള്, Noah, ശുദ്ധമായതും ശുദ്ധമില്ലാത്തതും ഏഴേഴും ഈ രണ്ടും വെച്ച് സ്തോത്രം ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു. Noah, his family, and all wildlife and livestock, those which were holy and unholy, they were all in that ark. അപ്പം ആനയുണ്ടാകും, There would be elephants, കരടിയുണ്ടാകും, bears, അങ്ങനെ പറഞ്ഞു വന്നാൽ കുറുക്കനും ഉണ്ടാകും, കോഴിയും ഉണ്ടാകും. there will be fox or coyotes and even hen. Chicken. ഇതെല്ലാം പെട്ടകത്തിലാണ്. Everything is inside the ark. അവിടെ ഒരു ഫൈറ്റിംഗ് ഇല്ല. There is no fight in there. കുറുക്കൻ കോഴിയെ പിടിക്കാൻ ചാടാറില്ല. The fox will not chase the മറ്റു chicken. മൃഗങ്ങൾ തമ്മിൽ വഴക്കില്ല അവിടെ. The animals are not fighting with each other. But in Pentecostals, there is a big fight. Pentecostals are fighting. ഞാനിന്ന് ജെയിംസ് ബ്രദർക്ക് കൂടുന്ന സഭയിലെ ശുശ്രൂഷ അവസരത്തില് ഒരു I കാര്യം was ഇവിടെ sharing in പറയുകയുണ്ടായി. IAG. അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് I'm ഞാൻ ഇവിടെ. repeating that. സഭായോഗത്തിന് സാക്ഷ്യങ്ങൾക്ക് അവസരം വീതിക്കുമ്പോൾ, അവസരം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും സാക്ഷ്യം പറയണമെന്നാ. So when I give time for testimony in India, everybody has to ഒരറ്റം give മുതൽ testimony. മറ്റേ അറ്റം വരെ സാക്ഷ്യം പറഞ്ഞേ പറ്റൂ അവർക്ക്. There is a necessary, everybody has to say അപ്പം testimony. ഒരു അമ്മായിമ്മ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടാ എഴുന്നേറ്റേ. A mother-in-law stood up to give a testimony with a song. അവര് പാടിയത് ആനന്ദ ജീവിതം നയിച്ചിടുമ്പോൾ ഈ ശത്രു എന്നോട് എതിർത്തിടുന്നേ. When I am leading a life of a joy, this enemy is fighting against ആരാ me. ശത്രു? Who is our enemy? മരുമോൾ. It's a മരുമോള് daughter-in-law. ശത്രുവാ. അപ്പൊ Daughter-in-law is അമ്മായിമ്മ എങ്ങനെയാ മരുമോളെ കാണുന്നേ? So the mother-in-law sees her daughter-in-law ഇവിടുത്തെ as the enemy. കാര്യമൊന്നുമല്ല പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെ കേരളത്തിലെ I am not കാര്യമായി. speaking about this congregation, but India. അപ്പൊ ഇവളുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് അമ്മായിമ്മ പാടി, ആനന്ദ ജീവിതം നയിച്ചിടുമ്പോൾ ഈ ശത്രു എന്നോട് എതിർത്തിടുന്നേ. When she was singing, when the word enemy comes, she turns to her daughter-in-law. മരുമോള് വിടുമോ? The daughter-in-law cannot let it go. അവള് സാക്ഷി പറയാൻ പാട്ട് പാടിക്കൊണ്ടായിരുന്നേ. She also sang a song. അവള് പാടി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? Are you ready for the coming of the Lord? ഇതാണ് നമ്മുടെയൊക്കെ ആത്മീയം എന്ന് പറയുന്നത്. This is our spirituality. മുഴുവൻ എവിടെയാ വരുന്നത്? സഭായോഗത്തിലാ വരുന്നേ. ഫൈറ്റിംഗ് മുഴുവൻ സഭായോഗത്തിലാ All വരുന്നത്. the fighting and deliverance is in the church of God. നോഹയുടെ കുടുംബത്തിൽ ഇവയെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു ഫൈറ്റിംഗും അവിടെ ഉണ്ടായില്ല. In the Noah's ark, even though all these are there, there is no fight. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. Let me conclude fast. സ്തോത്രം. Praise the Lord. അങ്ങനെ ഏറിയ നാളിന് ശേഷം നോഹ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു. After much time, Noah opens the അടച്ചത് window of the ark. സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ തുറന്നത് നോഹയാണ്. It was the Lord God who closed it, but it is Noah who is opening it. ഇന്ന് പകൽ ദൈവമക്കളോട് പറയട്ടെ, ആരെങ്കിലും നിങ്ങളുടെ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം തുറക്കുവാൻ വിശ്വസ്തനാ. The Lord is faithful to open any doors others have closed before you. എവിടെയെങ്കിലും വാതിൽ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം അത് തുറക്കുന്ന ദൈവമാ. If any doors have been closed in front of you, the Lord will open you. Let me tell you this. നോഹ വാതിൽ തുറന്നു. Noah opened the doors. പുറത്തിറങ്ങി. He stepped outside. അവൻ ആരാധന കഴിച്ചു. He worshipped the Lord. ആ
ആരാധനയുടെ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ And when the Lord received his ദൈവം ചില sacrifice, കാര്യങ്ങൾ അവിടെ പറഞ്ഞു. God says something to Noah. 20ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Verse 20, let's read it. Then യെസ്, ദൈവം അരുളി ചെയ്തു. ഒന്ന്, ആരാധന വെളിപ്പെട്ടപ്പോൾ, when the worship was revealed, ആരാധന വെളിപ്പെട്ടപ്പോൾ when the worship was revealed, തമ്പുരാൻ തീരുമാനിച്ചു, the Lord decided, ഞാൻ ഇനിയും ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കത്തില്ല. I will not destroy this earth again with a flood. വാസ്തവത്തിൽ യഥാർത്ഥ ആരാധന വെളിപ്പെട്ടാൽ ന്യായവിധിയുടെ ചില വാതിലുകള് സ്വർഗത്തിലെ ദൈവം അടച്ചു കളയും. If a real worship is before the Lord, then he might close some judgments. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വാസ്തവത്തിൽ ദൈവാരാധന വെളിപ്പെട്ടാൽ അത് ന്യായവിധിയുടെ വാതിൽ ചിലത് ദൈവം നമ്പുരാൻ അടച്ചു കളയും. The Lord will shut off some judgments if there is a real worship offered to him. അടുത്തത് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തേത്, Second thing, പിന്നെ ഞാനിനിയും സകല ജീവികളെ നശിപ്പിക്കത്തില്ല. 3, I will never strike down every living thing as I have done. വിതയും കൊയ്ത്തും നിന്നു പോകത്തില്ല. ശീതവും ഉഷ്ണവും രാവും പകലും എന്ത് ചെയ്യത്തില്ല? As long as the earth endured seed time and harvest, cold and heat, summer and winter, and the day and night will not cease. ആ ആരാധന വെളിപ്പെട്ടപ്പോഴാ തമ്പുരാൻ ഈ തീരുമാനമെടുത്തത്. The Lord took this decision when the worship was revealed. വാസ്തവത്തിൽ ഒരു ആരാധന വെളിപ്പെട്ടാൽ ദൈവം തമ്പുരാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ If ചെയ്യാനിടയാകും. there is a real worship amongst us, the Lord will do many things he has supposed to do. വാക്യങ്ങൾക്ക് വിരാമം കുറിക്കുകയാ. I am concluding my message here. എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു There ദൈവമുണ്ട്. is a Lord who remembers us all. എത്ര പേർക്ക് പറയാൻ സാധിക്കൂ എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്? How many of us can testify there is a Lord who remembers നിങ്ങളെ me? ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. There is a Lord who remembers you. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ, So let us lean on that ആ Lord. ദൈവത്തിൽ ശരണപ്പെടുവാൻ, Let us call upon him. ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ദൈവത്തെ സേവിപ്പാൻ, Let us be faithful in his വചനം presence. കേട്ട എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. May the Lord bless each and every one of you with his word. അവസരമൊരുക്കിയ ദൈവദാസനും കുടുംബത്തിനും വാത്സല്യ സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. Again, with gratitude in my heart, let me conclude my message here.